തന്ത്രി കണ്ഠരര് രാജീവർക്കൊപ്പമെന്ന ഹിന്ദു ഐക്യവേദി എന്ന സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി. ഒരു തെളിവുമില്ലാതെയാണ് തന്ത്രിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതെന്ന് തന്ത്രി നൽകിയ ജാമ്യ ഹർജിയിലെ വിധിയിലൂടെ വ്യക്തമായി. യഥാർത്ഥ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കുകയും നിരപരാധികളെ കുടുക്കാൻ ശ്രമിക്കുകയുമാണ് SIT ചെയ്യുന്നത്. ഹിന്ദു സ്ഥാപനങ്ങളുടെ പാവനത തകർക്കാനാണ് സർക്കാരും ദേവസ്വം ബോർഡും ശ്രമിക്കുന്നതെന്നും വത്സൻ തില്ലങ്കേരി പറഞ്ഞു. സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ നേതൃത്വം കൊടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു അന്നത്തെ. ഇവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. തന്ത്രിയാണല്ലോ അറസ്റ്റ് ചെയ്യുന്നത്. മന്ത്രി അറസ്റ്റ് ചെയ്യുന്നില്ല. ദേവസ്വം ബോർഡ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇഷ്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് അതിൽ തന്നെ വ്യക്തമല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതിന് എതിരായിട്ട് വലിയൊരു പ്രക്ഷോഭം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ശരിയായ രീതിയിലാണ് അന്വേഷണം പോകുന്നതെന്ന ഒരു പ്രതീതി ഉണ്ടായി. പക്ഷേ പിന്നീട് ഈ ഒരു കേസ് തന്നെ മൊത്തത്തിൽ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, വളരെ ആസൂത്രിതമായ ശ്രമം ഉണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ആരാണ് കേസിൽ പെടുന്നത്, ആരാണ് ജയിലിലേക്ക് പോകുന്നത്, അത് തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന സമയത്ത് സർക്കാരിന് വലിയ തിരിച്ചടിയാവും, പാർട്ടിക്ക് തിരിച്ചടിയാവും, പാർട്ടി പ്രതിരോധത്തിലാവും എന്ന് കണ്ടപ്പോൾ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ആളകുളമ്പൻ സമീപിച്ചിരിക്കുകയാണ്.